ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ, എ ജെ ക്രിയേഷൻസിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെ എസ് ആറിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് കെ എസ് ആർ വോളിയം 1. അപ്പോൾ കെ എസ് ആറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതാണ്: വെൻ എ സ്പെഷ്യൽ പേ ഈസ് ഗ്രാൻഡഡ് ഇൻ ലീവ് ഓഫ് എ ഹയർ ടൈം സ്കെയിൽ, സച്ച് സ്പെഷ്യൽ പേ വിൽ ഓൾസോ കൗണ്ട് ആസ് ആൻസർ സബ്സ്റ്റാൻറ്റീവ് പേ. ഇത് റൂൾ 1233 പേജ് 16, കെ എസ് ആർ വോളിയം 1 പേജ് 16. അതായത് ഹയർ ടൈം സ്കെയിലിന് പകരമായി ഒരു സ്പെഷ്യൽ പേ അനുവദിക്കുമ്പോൾ അങ്ങനെയുള്ള സച്ച് സ്പെഷ്യൽ പേ വിൽ ഓൾസോ കൗണ്ട് ആസ് സബ്സ്റ്റാൻറ്റീവ് പേ. ഹയർ ടൈം സ്കെയിലിന് പകരമായി ഇൻ ലീവ് ഓഫ് ഹയർ ടൈം സ്കെയിൽ അല്ലേ, വിച്ച് വെൻ എ സ്പെഷ്യൽ പേ ഈസ് ഗ്രാൻഡഡ്, സബ്സ്റ്റാൻറ്റീവ് പേ. അടുത്തത് ഓവർ ടൈം അലവൻസ് ഈസ് ക്ലാസിഫൈഡ് ആസ്. ഓവർ ടൈം അലവൻസിനെ എന്തായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? ഓണറേറിയം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്, ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു? ഹോസ്റ്റലിലെ വാർഡന് കിട്ടുന്ന അലവൻസ്, അത് ഓണറേറിയത്തിലാണ് ഉൾപ്പെടുന്നത്. ഇത് ഓവർ ടൈം അലവൻസിൻ്റെത് റൂള് 49 പേജ് 82, കെ എസ് ആർ വോളിയം 1. അടുത്തത് ദ സ്ട്രെങ്ത് ഓഫ് എ സർവീസ് ഓർ പാർട്ട് ഓഫ് എ സർവീസ് സാങ്ഷൻ ആസ് എ സെപ്പറേറ്റഡ് യൂണിറ്റ് ഈസ് കോൾഡ് കേഡർ. കേഡർ എന്ന് വെച്ചാൽ ഗണം എന്നാണ് മലയാളം. എന്താണ് സ്ട്രെങ്ത് ഓഫ് എ സർവീസ് ഓർ പാർട്ട് ഓഫ് എ സർവീസ് സാങ്ഷൻ ആസ് എ സെപ്പറേറ്റ് യൂണിറ്റ് അല്ലേ? ഒരു വിഭാഗമായോ ഒരു വിഭാഗത്തിൻ്റെ തന്നെ ഉപവിഭാഗമായോ പ്രവർത്തിക്കാൻ അനുവദിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ സമൂഹത്തെയാണ് കേഡർ എന്ന് പറയുന്നത്. അതായത് ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മൾ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്, പിന്നെ അതുപോലെ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് എന്ന് പറയത്തില്ലേ, ക്ലർക്ക് തുടങ്ങിയ തസ്തികകളുള്ളവർ മിനിസ്റ്റീരിയൽ. അപ്പോൾ അവർ ആ മിനിസ്റ്റീരിയൽ കേഡറുള്ളവരാണ്. അതായത് ജോലിയുടെ സ്വഭാവം, ഉത്തരവാദിത്വത്തിൻ്റെ വ്യത്യാസം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഓരോ വകുപ്പിലെയും ജീവനക്കാരെ പ്രത്യേകമായിട്ട് തരംതിരിച്ചിരിക്കുന്നു. അതിനെയാണ് നമ്മൾ കേഡർ എന്ന് പറയുന്നത്. ഇത് റൂള് 12.4 പേജ് 7 അതിൻ്റെ ഡീറ്റെയിൽ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ്? എ പോസ്റ്റ് ക്യാരിയിങ് എ ഡെഫിനിറ്റ് റേറ്റ് ഓഫ് പേ സാങ്ഷൻ വിതൗട്ട് ലിമിറ്റ് ഓഫ് ടൈം. ഇതിൻ്റെ ആൻസർ എന്താ? പെർമനൻറ്റ് പോസ്റ്റ്, സ്ഥിരമായ തസ്തിക. അതായത് കാലപരിധി സംബന്ധിച്ച് യാതൊരു നിബന്ധനയുമില്ലാതെ അനിശ്ചിതകാലത്തേക്ക് അനുവദിക്കപ്പെടുന്ന തസ്തികളെയാണ് നമ്മൾ പെർമനൻറ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ? വിത്തൗട്ട് ലിമിറ്റ് ഓഫ് ടൈം, അതാണ് പെർമനൻറ്റ് പോസ്റ്റ്. റൂൾ 1225 പേജ് 14. അടുത്ത ദിവസം നോക്കാം. ദ പേ ടു വിച്ച് ആൻ ഓഫീസർ എൻടൈറ്റിൽഡ് ഇഫ് ഹി ഹെൽഡ് ദ പോസ്റ്റ് സബ്സ്റ്റാൻറ്റീവ്ലി ആൻഡ് വെയർ പെർഫോമിംഗ് ഇറ്റ്സ് ഡ്യൂട്ടീസ് കോൾഡ് പ്രിസംപ്റ്റീവ് പേ എന്നാണ് പറയുന്നത്. എൻ്റെ ആൻസർ എന്താ? പ്രിസംപ്റ്റീവ് പേ, അനുമാനിത ശമ്പളം എന്ന് മലയാളത്തിൽ പറയും. അത് റൂൾ 1227 നോക്കിയാൽ കാണാം, പേജ് 14 റൂൾ 1227. അതായത് ഒരു ഉദ്യോഗസ്ഥൻ സ്ഥിരമായി തൻ്റെ ഉദ്യോഗം വഹിക്കുകയും കൃത്യങ്ങൾ നിർവഹിക്കുകയും ചെയ്താൽ എന്ത് ശമ്പളത്തിന് അയാൾക്ക് അവകാശമുണ്ടോ ആ ശമ്പളത്തെയാണ് പ്രിസംപ്റ്റീവ് പേ എന്ന് പറയുന്നത്. ഒരു ഉദ്യോഗസ്ഥൻ സ്ഥിരമായി തൻ്റെ ഉദ്യോഗം വഹിക്കുകയും കൃത്യങ്ങളൊക്കെ നിർവഹിക്കുകയും ചെയ്താൽ എന്ത് ശമ്പളത്തിന് അയാൾക്ക് അവകാശമുണ്ടോ ആ ശമ്പളത്തെയാണ് പ്രിസംപ്റ്റീവ് പേ എന്ന് പറയുന്നത്. അതിൻ്റെ റൂള് ഞാൻ പറഞ്ഞിരുന്നല്ലോ, അത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. When an officer is drawing his pay and allowance from the source other than the consolidated fund of India is said to be on, എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലേ? ഫോറിൻ സർവീസ്, അന്യ സേവനം. അത് നമ്മൾ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് അതിൻ്റെ ആൻസർ ഫോറിൻ സർവീസ് എന്നാണ്, വിശദീകരിക്കുന്നില്ല. ഓക്കെ, അടുത്ത ദിവസത്തേക്ക് പോകാം. എന്താണ്? ഗവൺമെൻറ് ഹാസ് ഇഷ്യൂഡ് KSR അണ്ടർ പ്രൊവിഷൻ ടു ആർട്ടിക്കിൾ ഡാഷ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടനയുടെ
ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? നമ്മുടെ KSR തുടങ്ങുന്ന ഭാഗമാണ് അല്ലേ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് കേരള സർവീസ് റൂൾസ് ഇഷ്യൂ ചെയ്തത് എന്ന് കേരള ഗവൺമെൻറ് ഇഷ്യൂ ചെയ്ത് നമ്മുടെ ഭാരതത്തിൻ്റെ ഏത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് എന്നാണ് ചോദ്യം. അത് ആൻസർ 309 KSR തുടങ്ങുന്ന പേജിൽ തന്നെ അതിൻ്റെ ഡീറ്റെയിൽ ഉണ്ട്. അതിൻ്റെ പ്രത്യേക റൂൾ പറയുന്നില്ല, അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ റൂൾസ് ഇൻ പാർട്ട് 3 KSR കെയിം ഇൻ ടു ഫോഴ്സ് വിത്ത് എഫക്റ്റ് ഫ്രം. എന്താണ് റൂൾസ് ഇൻ പാർട്ട് 3 KSR അല്ലേ? പാർട്ട് 3 KSR വന്നത് എപ്പോഴാണ്? 1/11/1956 നവംബർ 1 പാർട്ട് 3 KSR. പാർട്ട് 3 KSR എന്താണ്? പെൻഷൻ സംബന്ധിച്ചുള്ളതാണ് അല്ലേ. പാർട്ട് 1 and 2 വന്നിരിക്കുന്നത് 1959 നവംബർ 1. ഇത് KSR പാർട്ട് 3 പെൻഷൻ വന്നത് 1/11/1956. ഡേറ്റ് തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. ഇനി അഥവാ അന്നേരം ഡേറ്റിന് ഒരു ഇതുണ്ടായി കഴിഞ്ഞാൽ, ഒരു സംശയം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ KSRൻ്റെ ബുക്ക് ആദ്യ തുടക്കത്തിലുള്ള പേജുകൾ നോക്കിയാൽ നിങ്ങൾക്കത് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If any doubt arises as to whether the rules in KSR would apply to any person, the matter will be decided by answer government. എന്താണ് ഇഫ് എനി ഡൗട്ട് എന്നൊരു സംശയമില്ല, KSRലെ നിയമങ്ങൾ ഏതെങ്കിലും വ്യക്തിക്ക് ബാധകമാണോ എന്ന് എന്തെങ്കിലും സംശയമുണ്ടായാൽ ആ കാര്യത്തിൽ പിന്നീട് തീരുമാനമെടുക്കുന്ന ആരായിരിക്കും? ഗവൺമെൻറ് ആയിരിക്കും അല്ലേ. ഡിസൈഡഡ് ബൈ ഗവൺമെൻറ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. എന്താണ്? ഹു റിസർവ് ദ പവർ ടു മോഡിഫൈ ദ കേരള സർവീസ് റൂൾസ്. KSR പരിഷ്കരിക്കും അല്ലേ. ഓരോ 1960 ആ കാലഘട്ടത്തിലുള്ളതാണ് KSR എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ഒരുപാട് അമെൻഡ്മെൻറ്റുകളിലൂടെയൊക്കെ ഗവൺമെൻറ് പരിഷ്കരിച്ചിട്ടുണ്ട്, പല മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒടുവിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ LWA എന്നൊക്കെ പറയുന്ന 20 വർഷം ആയത് 5 വർഷമൊക്കെ ആയിട്ട് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കാലാകാലങ്ങളിൽ ഗവൺമെൻറ് പല പരിഷ്കാരങ്ങളും KSRൽ വരുത്തും. അത് പരിഷ്കരിക്കാനുള്ള അധികാരം ആർക്കാണുള്ളത്? ഗവൺമെൻറ് ഓഫ് കേരള. അത് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഹു റിസർവ് ദ പവർ ടു മോഡിഫൈ ദ കേരള സർവീസ് റൂൾസ്. മോഡിഫൈ ചെയ്യാൻ KSR മോഡിഫൈ ചെയ്യാനുള്ള പവർ ആർക്കാണ് ഉള്ളത്? ഗവൺമെൻറ് ഓഫ് കേരള, ഗവൺമെൻറ്റിനാണ് ഉള്ളത്. നോക്കാം. ദ റൂൾസ് ഇൻ പാർട്ട് 1 and 2 KSR കെയിം ഇൻ ടു ഫോഴ്സ് വിത്ത് എഫക്റ്റ് ഫ്രം. നേരത്തെ പറഞ്ഞു അല്ലേ, നേരത്തെ 3 പറഞ്ഞത്. ഇത് പാർട്ട് 1 and 2 KSR എന്തായിരുന്നു? ആൻസർ 1/11/1959 നവംബർ 1 KSR പാർട്ട് 1 and 2 എഫക്റ്റീവ് ആയത് അല്ലേ, വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നാഷണൽ പെൻഷൻ സ്കീം ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് വിത്ത് എഫക്റ്റ് ഫ്രം. നാഷണൽ പെൻഷൻ സ്കീം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ അല്ലേ. പങ്കാളിത്ത പെൻഷൻ, NPS പങ്കാളിത്ത പെൻഷൻ. ഇപ്പോൾ 1/4 അത് എപ്പോഴാണ് പങ്കാളിത്ത പെൻഷൻ ആയത്? 1/4/2013. അത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. 1/4/2013 മുതലാണ് പുതിയതായി അതിനുശേഷം സർവീസിൽ കയറുന്ന ഗവൺമെൻറ് ജീവനക്കാർക്കെല്ലാം എന്താണ്? പങ്കാളിത്ത പെൻഷനാണ്. അതിനു മുമ്പുള്ളത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അല്ലേ. ഇത് NPS നാഷണൽ പെൻഷൻ സ്കീം. ഗവൺമെൻറ് ഒരു ഭാഗം, ജീവനക്കാരൻ ഒരു ഭാഗം, അങ്ങനെയാണ് പങ്കാളിത്ത പെൻഷനിലേക്ക് എമൗണ്ട് അടയ്ക്കുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. ദ ലീൻ ഓഫ് ആൻ ഓഫീസർ മേ ബി സസ്പെൻഡഡ്, നോട്ട് കമ്പൽസറി, if he is transferred to a post in another cadre, provided that he will remain absent from the post for a period of, and answer എന്താണ്? ആൻസർ 3 years എന്നാണ് അല്ലേ. അത് KSR വോളിയം 1 റൂൾ 18B, KSR വോളിയം 1 പേജ് 26 നോക്കിയാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അതായത് ഞാൻ പറയാം, ഒരു ഉദ്യോഗസ്ഥൻ്റെ ലീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമല്ലോ അല്ലേ. അവകാശം എന്നുള്ള ഇതിലാണ് വരുന്നത്, ലാവണം. ഒരു ഉദ്യോഗസ്ഥൻ്റെ ലീൻ സർക്കാരിന് ഹിതമനുസരിച്ച് സസ്പെൻഡ് ചെയ്യാം. അദ്ദേഹം തൻ്റെ കേഡറിന് വെളിയിലുള്ള പോസ്റ്റിൽ നിയമിക്കുകയും കുറഞ്ഞത് എത്ര വർഷത്തേക്ക് തിരിച്ചു വരില്ലെന്ന് കരുതുകയും ചെയ്യുന്ന കേസിലാണ് അങ്ങനെ ചെയ്യാവുന്നത്. അപ്പോൾ എത്ര വർഷത്തേക്കാണെന്ന് പറഞ്ഞിരിക്കുന്നത്? 3 years, 3 വർഷത്തേക്ക് അല്ലേ. ദ ലീൻ ഓഫ് ആൻ ഓഫീസർ മേ ബി സസ്പെൻഡഡ് ഇഫ് ഈസ് ട്രാൻസ്ഫർഡ് ടു എ പോസ്റ്റ് അനദർ കേഡർ, പ്രൊവൈഡ് ദാറ്റ് വിൽ ബി റിമെയിൻ ആബ്സെൻറ്റ് ഫ്രം ദ പോസ്റ്റ് ഫോർ എ പീരീഡ് ഓഫ് ആഫ്റ്റർ
3 years. ആൻസർ 3 years. ആഫ്റ്റർ അല്ല, 3 വർഷത്തേക്ക് അദ്ദേഹം തിരിച്ച് വരുന്നില്ലെങ്കിൽ അങ്ങനെ കരുതാം അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ ലീൻ ഓഫ് ആൻ ഓഫീസർ ഹോൾഡിംഗ് സബ്സ്റ്റാൻറ്റീവ്ലി എ പെർമനൻ്റ്ലി സസ്പെൻഡഡ് അല്ലേ. ഒരു തസ്തികയിൽ ഒരു ഉദ്യോഗസ്ഥനുള്ള ലീൻ, ലാവണം, അവകാശം അത് സസ്പെൻഡ് ചെയ്യാവുന്നതാണ്. അത് ഏത് സാഹചര്യത്തിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ദ ലീൻ ഓഫ് ആൻ ഓഫീസർ ഹോൾഡിംഗ് സബ്സ്റ്റാൻറ്റീവ്ലി പെർമനൻ്റ്ലി സസ്പെൻഡഡ്. ഒരു തസ്തികയിൽ ഒരു ഉദ്യോഗസ്ഥനുള്ള ലീൻ അഥവാ ലാവണം അഥവാ അവകാശം സസ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഏത് സാഹചര്യത്തിൽ എന്നാണ്. അതിന് 2 ഉത്തരമുണ്ട്. അതിലൊരു ഉത്തരമാണ് ഇതിനകത്ത് ഉള്ളത്. ഇത് നമ്മുടെ മുൻകാല ക്വസ്റ്റ്യൻ്റെ ഓപ്ഷണൽ ചോദ്യം, അതായത് 4 ചോയ്സ് വന്നിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ 4 ചോയ്സും നമ്മളിവിടെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ 2 ആൻസർ ഉണ്ട്. ഇങ്ങനൊരു സംഭവം, ഈ ഒരു തസ്തിക ഒരു ഉദ്യോഗസ്ഥനുള്ള ലീൻ അഥവാ ലാവണം സസ്പെൻഡ് ചെയ്യാവുന്ന ഏത് സാഹചര്യം, ഏതൊക്കെ സാഹചര്യം എന്നുള്ളത് നമ്മുടെ കേസാർ വോളിയം 1 റൂൾ 18A പേജ് 26 അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ഒന്നാമത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പോയിൻറ്റഡ്. അതിൻ്റെ ആൻസർ അപ്പോയിൻറ്റഡ് പ്രൊവിഷണലി ടു എ പോസ്റ്റ് ഓൺ വിച്ച് അനദർ ഓഫീസർ വുഡ് ഹോൾഡ് ലീൻ ഹാഡ് ഹിസ് ലീൻ നോട്ട് സസ്പെൻഡഡ് അണ്ടർ കേസാർ. എന്താണ്? ലീൻ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ്റെ തസ്തികയിൽ സ്വാഭാവികമായി മറ്റൊരു ഉദ്യോഗസ്ഥനെ നിയമിച്ചാൽ അല്ലേ, നിയമിച്ചാൽ എന്താണ്? ഒരു തസ്തികയിൽ ഉദ്യോഗസ്ഥൻ്റെ ലീൻ അഥവാ ലാവണം സസ്പെൻഡ് ചെയ്യാവുന്നതാണ്. അതൊന്ന്. ഇനി വേറെ ഒരു ഉത്തരവ് കൂടെ ഉണ്ട്. എന്താണ്? മറ്റൊരു ഉദ്യോഗസ്ഥനെ, അതായത് ആ ഉദ്യോഗസ്ഥനെ തൻ്റെ കേഡറിന് വെളിയിലുള്ള ഒരു പെർമനൻറ്റ് പോസ്റ്റിൽ നിയമിച്ചാലും ഒരു തസ്തികയിൽ ഒരു ഉദ്യോഗസ്ഥനുള്ള ലീൻ അഥവാ അവകാശ ലാവണം സസ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഒരു തസ്തികയിൽ ഒരു ഉദ്യോഗസ്ഥനുള്ള ലൈൻ സസ്പെൻഡ് ചെയ്യാവുന്നത് ആണ്. അത് എന്തായാലും നിങ്ങളത് വായിച്ച് നോക്കിയാൽ മതി. റൂൾ 18A ആ 2 പറയുന്നുണ്ട്. ഇതും ഒരു ആൻസറാണ്, അതും ഒരു ആൻസറാണ്. അതായത് ആ ഉദ്യോഗസ്ഥനെ തൻ്റെ കേഡറിന് വെളിയിലുള്ള ഒരു പെർമനൻറ്റ് പോസ്റ്റിൽ നിയമിച്ചാലും ഈ ഉദ്യോഗസ്ഥരുടെ ലീൻ സസ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റിക്വസ്റ്റ് ഫോർ വിഡ്രോയിങ് റെസിഗ്നേഷൻ ആഫ്റ്റർ ഇറ്റ് ഹാസ് ബിക്കം എഫക്റ്റീവ് വാസ് അക്സെപ്റ്റഡ് ആൻഡ് ദ ഓഫീസർ അഡ്മിറ്റഡ് ടു ഡ്യൂട്ടി. ദ പാസ്റ്റ് സർവീസ് വിൽ കൗണ്ട് ഫോർ അല്ലേ. പാസ്റ്റ് സർവീസ് എങ്ങനെയാണ് കണക്കാക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ ദ പർപ്പസ് ഓഫ് പെൻഷൻ ഇഫ് അതർവൈസ് അഡ്മിസിബിൾ അല്ലേ. എന്ത് മനസ്സിലായി? ഇത് റൂൾ 23D ഉള്ളത്. പേജ് 34 വായിച്ചു നോക്കണം. എന്താണിത്? അതായത് എന്താണ്? ഒരു ഉദ്യോഗസ്ഥൻ രാജിവെച്ചു അല്ലേ. റിക്വസ്റ്റ് ഫോർ വിഡ്രോവിങ് റെസിഗ്നേഷൻ അല്ലേ. അതായത് രാജിവെച്ചു, എന്തെങ്കിലും കാരണത്താൽ ഒരു ഉദ്യോഗസ്ഥൻ രാജിവെച്ചു. അന്നേരം തോന്നി ഉദ്യോഗസ്ഥന് രാജിവെക്കാനായിട്ട്, അദ്ദേഹം രാജിവെച്ചു. പിന്നീട് തിരിച്ചു വരണം തോന്നിയപ്പം എന്ത് പറ്റി? റിക്വസ്റ്റ് കൊടുത്താൽ സ്വീകരിക്കുക അല്ലേ. റിക്വസ്റ്റ് കൊടുത്തു, ഈ രാജി പിൻവലിച്ചിട്ട്, റെസിഗ്നേഷൻ പിൻവലിച്ചിട്ട് റിക്വസ്റ്റ് കൊടുത്തു. അങ്ങനെ റിക്വസ്റ്റ് കൊടുക്കുകയും ഇദ്ദേഹം ആ ജീവനക്കാരൻ തിരികെ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് എന്തായിരിക്കും കിട്ടുന്നത്? അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് സർവീസ്, പിന്നീട് അദ്ദേഹത്തിൻ്റെ മുൻകാല സർവീസ് കൗണ്ട് ചെയ്യുന്ന എന്തിന് മാത്രമായിരിക്കും കൗണ്ട് ചെയ്യുന്നത്? ഇൻക്രിമെൻറ്റിനൊക്കെ കൗണ്ട് ചെയ്യുമോ? ഇല്ല, ഇൻക്രിമെൻറ്റിനും മറ്റു ആനുകൂല്യത്തിനൊന്നും കൗണ്ട് ചെയ്യത്തില്ല. പിന്നെന്താണ്? അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് സർവീസ്, പെൻഷന് മാത്രം അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് സർവീസ് കണക്കിലെടുക്കും. അതായത് പ്രാബല്യത്തിൽ വന്ന രാജി പിൻവലിക്കാൻ, രാജിവെച്ചു, അത് രാജി വന്നു, ആ രാജി പിൻവലിക്കാൻ അനുവദിച്ച് ജോലിയിൽ പുനഃപ്രവേശനം അനുവദിക്കുമ്പോൾ രാജിക്ക് മുമ്പുള്ള സേവനകാലം മറ്റു വിധത്തിൽ അർഹമെങ്കിൽ പെൻഷന് മാത്രം കണക്കിലെടുക്കും. ദ പർപ്പസ് ഓഫ് പെൻഷൻ ഇഫ് അതർവൈസ് അഡ്മിസിബിൾ. ഉണ്ടോ? അപ്പോൾ ഒരു ഗവൺമെൻറ് സർവീസ് ഒരു ജീവനക്കാരൻ രാജിവെച്ച് കഴിഞ്ഞിട്ട് പിന്നീട് പുനർചിന്തനം ഉണ്ടായി റിക്വസ്റ്റ് കൊടുത്ത് വീണ്ടും തിരിച്ച് കയറുമ്പോൾ അദ്ദേഹത്തിന് പെൻഷൻ്റെ കാര്യത്തിൽ മാത്രമേ അഡ്മിസിബിളായിട്ടുള്ള ഒരു ഇത് ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ഇൻക്രിമെൻറ്റും മറ്റ് ആനുകൂല്യങ്ങളും ഒന്നും ലഭിക്കില്ല അല്ലേ. ഇപ്പം മാത്രമല്ല, ശമ്പള സ്കെയിലിൽ ഏറ്റവും താഴ്ന്ന ഘട്ടത്തിലായിരിക്കും പുനർനിർണയത്തിൽ അദ്ദേഹത്തിന് സാലറി ലഭിക്കുക. എന്തായാലും നിങ്ങൾ റൂൾ 23D ആണ്, പേജ് 34 വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഏകദേശ രൂപം മനസ്സിലാകും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റിക്വസ്റ്റ് ഫോർ
ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ദ പ്രൊഡക്ഷൻ ഓഫ് എ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഈസ് നെസസറി ഫോർ അപ്പോയിൻമെൻറ്റ് വെൻ. അല്ലേ? അതായത് പ്രൊഡക്ഷൻ ഓഫ് എ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഈസ് നെസസറി ഫോർ അപ്പോയിൻമെൻറ്റ് വെൻ. എൻ്റെ ആൻസർ എന്താ? വെൻ എ റിട്ടയർഡ് ഓഫീസർ ഈസ് റീ എംപ്ലോയിഡ് 2 years ആഫ്റ്റർ റിട്ടയർമെൻറ്റ്. എൻ്റെ റൂള് 13 ആണ്. റൂൾ 13 നോട്ട് 3 പേജ് 21 അത് നിങ്ങൾ വായിച്ച് നോക്കണം. അതായത് ഒരാൾ ആദ്യമായിട്ട്, നമുക്കറിയാം, ഒരാൾ ആദ്യമായിട്ട് സർക്കാർ സർവീസിൽ പ്രവേശിക്കുകയാണ്. അങ്ങനെ പ്രവേശിക്കുന്ന ആൾ റൂൾ 13 പ്രകാരം എന്താണ് കൊണ്ടുവരണം? മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അതായത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കൂടെ പറയാം. അസിസ്റ്റൻറ്റ് സർജനിൽ കുറയാത്ത മെഡിക്കൽ ഓഫീസർ നൽകുന്ന മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൽ അദ്ദേഹം തൻ്റെ വിരലടയാളം രേഖപ്പെടുത്തി സാക്ഷ്യപ്പെടുത്തിയ ഫോട്ടോ സഹിതമാണ് സമർപ്പിക്കേണ്ടത്. എന്നാൽ ചില നിയമനങ്ങളിൽ ഈ റൂൾ 13 നോട്ട് 3 പ്രകാരം ഒഴിവാക്കിയിട്ടുണ്ട്. ചില നിയമനങ്ങളിൽ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒഴിവാക്കിയിട്ടുണ്ട്. അത് പുതിയതായിട്ടുള്ള സർവീസിൽ കയറുമ്പം നിർബന്ധമാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ജോലി കയറിയവർക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ചില കാര്യങ്ങളിൽ അത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒഴിവാക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് പെൻഷൻ പറ്റിയ ഒരു ഉദ്യോഗസ്ഥനെ പെൻഷൻ പറ്റിയാലുടൻ പുനർനിയമനം നടത്തുമ്പോൾ പുനർനിയമനം നടത്തുമ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. അല്ലേ? ഒരാൾ പെൻഷൻ പറ്റി ഉടൻ തന്നെ അയാളെ വീണ്ടും അവിടെ പെൻഷൻ പറ്റി കഴിഞ്ഞിട്ട് നിയമിക്കുമല്ലോ. അപ്പം നിയമിക്കുന്ന സമയത്ത് അയാൾക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല, ഉടൻ ആയതുകൊണ്ട്. എന്നാൽ ഈ ഉദ്യോഗസ്ഥൻ ഇവിടുത്തെ ചോദ്യം എന്താണ്? The production of a medical certificate is necessary for appointment when, അല്ലേ? When a retired officer is re-employed 2 years after retirement. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ ക്വസ്റ്റിനകത്ത് 4 ചോയ്സ് ഉണ്ടാവും, അല്ലേ? 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ആൻസർ മാത്രമേ ഇതിനകത്ത് എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. വെൻ റിട്ടയർഡ് ഓഫീസർ is re-employed 2 years after retirement. അതായത് ആ ഒരു ഓഫീസർ റിട്ടയർഡ് ചെയ്ത് 2 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം റീ എംപ്ലോയ് ചെയ്യുന്നത്, അദ്ദേഹത്തിനെ നിയമിക്കുന്നത്, പുനർനിയമനം നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്ത് വേണം? നെസസറിയാണ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നെസസറിയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ റൂൾ 13 നോട്ട് 3 ആ പേജ് 21 നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ കിട്ടും. ഇവിടുത്തെ ആൻസർ ഇതാണ്, അല്ലേ? അദ്ദേഹം 2 വർഷത്തിന് ശേഷമാണ് അങ്ങനെ രണ്ടാമത് സർവീസിൽ വീണ്ടും പുനർനിയമനം കിട്ടുന്നത് കൊണ്ടാണ് അദ്ദേഹം വീണ്ടും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതായിട്ട് വരുന്നത്. അല്ലാതെ അദ്ദേഹം പെൻഷൻ പറ്റി ഉടനെ ആയിരുന്നെങ്കിൽ ഒരു കാരണവശാലും അദ്ദേഹത്തിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട കാര്യമില്ലായിരുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The authority competent to accept resignation of a government servant is dash. The authority competent, ഒരു ഗവൺമെൻറ് സർവീസിൽ റെസിഗ്നേഷൻ രാജി സ്വീകരിക്കുന്നത്, അക്സെപ്റ്റ് റെസിഗ്നേഷൻ, ഗവൺമെൻറ് ജീവനക്കാരൻ്റെ രാജി സ്വീകരിക്കുന്നത്. നമ്മൾ രാജിയെക്കുറിച്ചാണല്ലോ പറഞ്ഞല്ലേ. അപ്പോൾ സ്വീകരിക്കുന്ന അതോറിറ്റി ആരാണെന്ന് വെച്ചാൽ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി ഓഫ് ദ പോസ്റ്റ്. ആ പോസ്റ്റിലെ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി ആരാണോ അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ രാജി, ആസ് എ ഗവൺമെൻറ് സർവൻ്റ് രാജിയും റെസിഗ്നേഷനും സ്വീകരിക്കേണ്ടത്. അത് റൂൾ 23 പേജ് 32 നോക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ മാക്സിമം ടൈം അലൗഡ് ഫോർ എ ന്യൂ എൻട്രൻ ഇൻ ഗവൺമെൻറ് സർവീസ് ഹു ഹാസ് നോട്ട് ക്രോസ്ഡ് ദ ഏജ് ഓഫ് 50 years ടു സബ്സ്ക്രൈബ് ടു എ പോളിസി ഇൻ ദ ഒഫീഷ്യൽ ബ്രാഞ്ച് ഓഫ് ദ SLI, സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ്. അതായത് പുതുതായിട്ട് ഗവൺമെൻറ് സർവീസിൽ പ്രവേശിക്കുന്നവർ ജോലിയിൽ പ്രവേശിച്ച് എത്ര മാസത്തിനകം SLI പോളിസി എടുത്തിരിക്കണം? 50 കഴിഞ്ഞവർക്ക് വേണ്ട, അല്ലേ? 50 വയസ്സ് കഴിഞ്ഞവർക്ക് അത് വേണ്ട. പക്ഷേ എന്താണ്, പുതുതായിട്ട് ഗവൺമെൻറ് സർവീസ് പക്ഷേ അതിന് താഴെയുള്ളവരാണെങ്കിൽ ജോലിയിൽ പ്രവേശിച്ച് എത്ര നാൾക്കുള്ളിലാണ് SLI, സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കേണ്ടത്? എത്ര മാസമാണ്? ആഫ്റ്റർ ആൻസർ 1 month, 1 മാസത്തിനകം. ആഫ്റ്റർ അല്ല കേട്ടോ, 1 മാസത്തിനകം ജോലിയിൽ പ്രവേശിച്ച് 1 മാസത്തിനകം എന്തെടുക്കണം? സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കണം. അടുത്ത ദിവസം നോക്കാം. When is a new recruit to government service required to produce form number 15 for Service and Payroll Administrative Repository of Kerala? അതായത് സ്പാർക്കിൻ്റെ വലിയ ഫോമാണ്, ഫുൾ ഫോമാണ്, സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റെപ്പോസിറ്ററി ഫോർ കേരള, അല്ലേ? അപ്പോൾ എന്താ
നമുക്കറിയാം ആദ്യമായിട്ട് ഗവൺമെൻറ് സർവീസിൽ പ്രവേശിക്കുന്നവർ ഒരു ഫോം അല്ലെ സ്പാർക്കിലേക്ക് ആയിട്ട് ഒരു ഫോം നമ്പർ 15 പൂരിപ്പിച്ചത്. അത് നിങ്ങൾ മറക്കരുത് കേട്ടോ. ഇത് മിക്കവാറും ഇപ്പോൾ സ്പാർക്കിലൂടെയാണ് ഇപ്പോൾ KSR പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം കൂടുതൽ കാര്യങ്ങളും പെൻഷനൊക്കെ ആണെങ്കിലും സ്പാർക്കിലൂടെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ കണക്കൂട്ടലും ഒക്കെ നടത്തുന്നത്. ഇപ്പോൾ സ്പാർക്കിലാണ്. അപ്പോൾ ഈ സ്പാർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഈ ക്വസ്റ്റ്യൻ മിക്കപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ അത് ഈ ഫോം നമ്പർ 15 ഓർത്തിരിക്കുക. അത് ആദ്യമായിട്ട് ഗവൺമെൻറ് സർവീസിൽ പ്രവേശിക്കുന്നവർക്ക് ഫോം നമ്പർ 15 സ്പാർക്കിലേക്ക് പൂരിപ്പിച്ച് അവരുടെ ഡീറ്റെയിൽസാണ് അത് പൂരിപ്പിച്ച് നൽകേണ്ടത്. നിങ്ങൾ പുതിയതായിട്ട് സർവീസിൽ പ്രവേശിച്ചവരൊക്കെ അത് പൂരിപ്പിച്ച് നൽകിയിട്ടുണ്ടാവും. അപ്പോൾ എന്നിട്ടാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ അത് എപ്പോഴാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എപ്പോഴാണ് ഇത് പൂരിപ്പിച്ച് നൽകേണ്ടത്? ആൻസർ എന്താ? അറ്റ് ദ ടൈം ഓഫ് ജോയിനിങ് ഡ്യൂട്ടി. എപ്പോഴാണോ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യുന്നത് അപ്പോഴാണ് ഫോം നമ്പർ 15 പൂരിപ്പിച്ച് നൽകേണ്ടത്. അപ്പോൾ അങ്ങനെ പൂരിപ്പിച്ച് കൊടുക്കുമ്പോഴേ സ്പാർക്കിൽ നമുക്ക് പെൻ നമ്പരും ഒക്കെ അത് വെച്ചിട്ടാണ് പെൻ നമ്പരും ഒക്കെ കിട്ടുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്ത് വെച്ചിട്ടാണ് സ്പാർക്കിൽ നമുക്ക് പെൻ നമ്പർ കിട്ടുന്നത്. അപ്പോൾ ഇത് റൂൾ 13A ആണ് കേട്ടോ. റൂൾ 13A മറക്കരുത്, ഫോം നമ്പർ 15 മറക്കരുത് കേട്ടോ. അറ്റ് ദ ടൈം ഓഫ് ജോയിനിങ് ഡ്യൂട്ടി അല്ലേ, കയറുന്ന സമയത്ത് തന്നെ ഡ്യൂട്ടിക്ക് കയറുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം? ഇതിൽ ഫോം നമ്പർ 15 കൊടുക്കണം. അടുത്ത ക്വസ്റ്റൻ, an officer who wishes to get his prior service, whether provisional or regular, in any department counted for any service benefit on entering government service shall apply before the competent authority within a period of dash from the date of entry in the service. എന്നാണ് ഒരു ഉദ്യോഗസ്ഥന് തൻ്റെ സർക്കാർ സർവീസിലെ പ്രവേശനത്തിന് മുമ്പുള്ള താൽക്കാലികമോ സ്ഥിരമായോ ഏതെങ്കിലും സർവീസ് ആനുകൂല്യത്തിന് പരിഗണിക്കപ്പെടണമെങ്കിൽ സർക്കാർ സർവീസിൽ പ്രവേശിച്ച് എത്ര വർഷത്തിനകം അതിനുള്ള അപേക്ഷ ബന്ധപ്പെട്ട അധികാരിക്ക് നൽകണം? അതായത് ഒരു ഉദ്യോഗസ്ഥൻ അല്ലേ സർവീസിൽ പ്രവേശിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പ്രവേശിക്കുന്നതിന് മുമ്പ് അദ്ദേഹം താൽക്കാലികമായിട്ടോ സ്ഥിരമായിട്ടോ ഒക്കെ സർവീസ് ഉണ്ടായിരിക്കുന്ന ആളായിരിക്കാം അല്ലേ. ആ സർവീസ് ഇപ്പോഴുള്ള സർവീസിൻ്റെ ആനുകൂല്യത്തിന് പരിഗണിക്കപ്പെടണമെങ്കിൽ അദ്ദേഹം സർക്കാർ സർവീസിൽ പ്രവേശിച്ച് എത്ര വർഷത്തിനകം ബന്ധപ്പെട്ട അധികാരിക്ക് അതിൻ്റെ അപേക്ഷ കൊടുക്കണം? 5 വർഷത്തിനകം. ആൻസർ 5 years. അത് KSR പാർട്ട് 1 റൂൾ 22C അതായത് KSR വോളിയം 1 പേജ് 30 അതിൻ്റെ ഡീറ്റെയിൽ ഉണ്ട്. അത് നിങ്ങൾ നോക്കണം. അപ്പോൾ നമ്മൾ ഈ രണ്ടാമത്തെ എപ്പിസോഡിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആസ് പെർ വിച്ച് റൂളിംഗ് ദ KSR ദാൻ വിൽ all new recruit shall produce a form for spark in form number 15 duly filled up at the time of joining duty for registration their details. KSRന്റെ ഏത് റൂൾ പ്രകാരമാണ് ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നവർ സ്പാർക്കിലെ ഫോം നമ്പർ 15 പൂരിപ്പിച്ച് ജോയിനിങ് ടൈമിംഗ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് മുന്നിൽ നൽകുന്നത് അല്ലേ? സ്പാർക്കിലെ ഫോം നമ്പർ 15 പൂരിപ്പിച്ച് ജോയിൻ ടൈമിൽ ബന്ധപ്പെട്ട പ്രവേശിക്കുന്നവർ അങ്ങനെ നൽകണം. നമ്മളിപ്പോൾ നേരത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞതാണ്. അത് ഏത് റൂളാണ് എന്നാണ് ചോദിക്കുന്നത്. റൂൾ 13A ആണ്. KSR 1 പേജ് 24 റൂൾ 13A നിങ്ങൾ വായിച്ചു നോക്കണം. അത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇന്ന് ഈ KSR രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമുക്ക് എക്സാം അടുത്ത് കഴിഞ്ഞു. ഈ മാസം 17 വരുന്ന 17-ാം തീയതിയാണ് എക്സാം തുടങ്ങുന്നത്. എന്തായാലും PSCയുടെ സൈറ്റിൽ പലർക്കും പരീക്ഷ എഴുതുന്ന പലർക്കും മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് കരുതുന്നു. അത് എക്സാമിൻ്റെ സ്ഥലമൊക്കെ അനുവദിച്ച് OMR ടെക്സ്റ്റാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ അനുഭവിച്ചിട്ട് എല്ലാവർക്കും നിങ്ങൾ സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്കതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. എവിടെയൊക്കെ വെച്ചാണ് പരീക്ഷ ടൈം നിങ്ങൾക്ക് അറിയാം എങ്കിൽ അത് എവിടെ വെച്ചാണ് പലർക്കും അടുത്ത് തന്നെയൊക്കെ കിട്ടത്തുള്ളൂ. കാരണം OMR ഒക്കെ ആയതുകൊണ്ട് മറ്റേ നമ്മൾ ഓൺലൈൻ അല്ലല്ലോ, OMR ആണ്. അതുകൊണ്ട് അത് നിങ്ങൾ നോക്കിയിട്ട് നമുക്ക് മാക്സിമം ചെയ്യാവുന്ന അത്രയും ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഈ ദിവസങ്ങളിൽ ഇടാം. മാത്രമല്ല നമുക്ക് ലോവറും ഹയറും ഉണ്ടല്ലോ. ലോവർ എഴുതുന്നവരുണ്ട്, ലോവർ കിട്ടിയില്ലെങ്കിൽ ഹയർ കിട്ടിയാലും മതി. ഏതെങ്കിലും ഒരു പേപ്പർ ഒന്നെങ്കിൽ ലോവർ കിട്ടിയാൽ പിന്നെ ഹയർ കിട്ടിയാലും കുഴപ്പമില്ല. ഇനി അഥവാ ലോവർ കിട്ടിയില്ലെങ്കിൽ ഹയർ കിട്ടിയാലും മതി. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഈ ക്ലാസ്സുകൾ കേൾക്കുക. ഇപ്പോൾ നമുക്ക് ഒരുപാടൊന്നും KSRൻ്റെ ക്ലാസ് എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും ഈ ഹയറിനെ ഒക്കെ എടുക്കാൻ സാധിക്കും. മാത്രമല്ല നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യ അക്കൗണ്ട് അത് ഏകദേശം ഒരു കുറച്ച് എപ്പിസോഡ് അത് ചെയ്തിട്ടുള്ളൂ. അത് ഒരുപാട് ചെയ്യാനുണ്ട്, എല്ലാം ചെയ്യാനുണ്ട്. KFC വോളിയം 1 മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ. എങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്നത്ര നിങ്ങൾ മാക്സിമം കിട്ടുക. പിന്നെ ടെക്സ്റ്റൊക്കെ നോക്കി ഈ സമയത്ത് പഠിക്കുക.
ടെക്സ്റ്റ് ഉള്ളതുകൊണ്ട് അത് അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡുമായി ഉടൻ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.